ശംസുൽ ഉലമയെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിവരമാണ്. അത് മനസ്സിലാക്കി തഖല്ലുഫായാൽ അവരെ എതിർക്കുക, അവരിൽ നിന്ന് വിട്ടു നിൽക്കുക, അതൊക്കെ അവരുടെ കമ്മിയും അവരുടെ ബാപ്പാന്റെ നുഫ്തുഫത്തിന്റെ പൗർവറവുമാണ്. അവരെ കുഴപ്പമല്ലാതെ അത് ബാപ്പാന്റെ ജനനേന്ദ്രിയ കുടിയിലൂടെ പുറത്തിറങ്ങിയ ബീജത്തിന്റെ കുഴപ്പമാണത്. അങ്ങനെ ചില വിഷയങ്ങളുണ്ടാവും. തന്തിയും തറവാടും അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. മഹാനായ ശംസുൽ ഉലമയിൽ നിന്നൊരാൾ വിട്ടുനിന്നാൽ അതവരെ കമ്മിയാണ്. എന്തുകൊണ്ട്? അസുറിന്റെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടാൽ ആളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കമ്മിയാണ്. ആ കമ്മി എങ്ങനെ വന്നു അല്ലാഹു ആലം. ആ കമ്മി ചിലപ്പോൾ പാപ്പാന്റെ ബീജത്തിന്റെ കമ്മിയുമാകാം, തറവാടിത്തരത്തിന്റെ കമ്മിയാകാം, അല്ലെങ്കിൽ കുടുംബത്തിന് എന്നോ വന്ന കുരുത്തക്കേട് കാരണമാകാം. ഒരാൾ സുന്നിയായി ഒരാൾ സുന്നിയല്ല, രണ്ടും ഒരുപോലെയാണ് നിങ്ങൾ വിചാരിക്കണ്ട. എവിടെയോ ഇവനൊരു കുരുത്തക്കേട് പറ്റിയിട്ടുണ്ട്. ആർക്ക് ആർക്ക്? സുന്നി അല്ലാത്തവനൊരു കുരുത്തക്കേടുണ്ട്. എവിടെ? അല്ലാഹു ആലം. തപ്പണ്ടവര് തപ്പിയാൽ ഒരാൾ മുജാഹിദായതിന്റെ കാരണം അറിയും. അതിന് തപ്പണ്ട കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവും, ഒരു കാരണം ഉണ്ടാവും. എന്താ കാരണം? മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ശംസുൽ ഉലമയെ പോലെയുള്ള ഒരു മഹാന് അവരൊരു അസറിൽ അങ്ങനെ അപൂർവമായ ഒരു ആളാണ്. ആ ആള് ജനത്തെ നേരായ വഴിയിലേക്ക് നയിച്ചപ്പോൾ അതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവന്റെ എന്തോ ഒരു കമ്മിയോനുണ്ട്. ഈ മനുഷ്യനെ ഇപ്പൊ കൊണ്ടുപോകാന്ന് നടത്തിയും കൊണ്ടുപോകാം. കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ചങ്ങലക്കിട്ട് കൊണ്ടുകൊണ്ടുവരും. സഹോദരന്മാരെ മനസ്സിലാക്കുക, തന്തക്ക് വിളിക്കുക എന്ന് പറഞ്ഞാല് അത് ഇതുപോലെയുള്ള ജാഹിലീങ്ങൾക്ക് അതൊരു നല്ല പ്രവർത്തനവും നല്ല കാര്യമൊക്കെ ആയിട്ട് തോന്നുമായിരിക്കാം. ഇയാള് തന്തക്ക് വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിതാവിന്റെ ജനനേന്ദ്രിയത്തിലൂടെ വരുന്ന ബീജത്തുള്ളിയുടെ കുറവാണെന്നാ പറഞ്ഞത്. മറ്റെന്താ പറഞ്ഞത്? തറവാടിത്തത്തിന്റെ കുറവാണെന്നാ പറഞ്ഞത്. ഇതൊക്കെ എവിടെയാണ് മോലിയരെ പറഞ്ഞിട്ടുള്ളത്? ഈ ബീജത്തുള്ളിയുടെ കുറവ്, തന്തല്ലായ്മ എന്നുള്ളതിന്റെ വേറൊരു വാക്കാണ് ഇയാൾ പറയുന്നത്. അതുപോലെ തറവാടിത്തത്തിന്റെ കുറവ്, അതൊക്കെ തന്നെ ജാരസന്തതി എന്നുള്ള ഒരർത്ഥത്തിലേക്കാണ്. ഒരു മനുഷ്യനിവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയി, അയാളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ വലിയൊരു സംഭവമായിട്ട് തലയിലേറ്റി നടന്നോളണം, മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് കയറരുത്. ഒരാളെയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് കഴിഞ്ഞാല് സ്വഹാബത്തുണ്ട്, താബീങ്ങളുണ്ട്, തബഉ താബീങ്ങളുണ്ട്, അത് കഴിഞ്ഞു വരുന്ന മദ്ഹബിന്റെ ഇമാമിങ്ങളുണ്ട്. അവരെയൊക്കെ അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരെയും അംഗീകരിക്കൽ നിർബന്ധമല്ല. അത് ബീജത്തുള്ളിയുടെ കുറവല്ല, നിങ്ങളുടെ അന്തല്ലായ്മയുടെയും ബുദ്ധി കുറവിന്റെയും പിരാന്തിന്റെയും ഒക്കെ അടയാളമാണ്. മനസ്സിലാക്കണം. ഇവിടെ ബീജത്തുള്ളിയുടെ കുറവാണെന്ന് അബൂബക്കർ മൗലിയാർ, അബൂബക്കർ മൗലിയാർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കണില്ല. കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും എനിക്ക് വിയോജിപ്പുണ്ട്. അങ്ങനെ വന്നാൽ എന്റെ വാപ്പാന്റെ ബീജത്തുള്ളിയുടെ കുറവാണെന്നാണ് ഇപ്പൊ ഇയാള് പറഞ്ഞത്. ഇയാള് അങ്ങനെ ഈ പറയപ്പെട്ട മാന്യദേഹത്തെ അംഗീകരിക്കാത്തവരൊക്കെ വാപ്പാന്റെ ബീജത്തിന് തുള്ളിക്കുറവുണ്ടെന്ന് പറയാൻ നടക്കണേ. ഇയാൾക്ക് പീരാന്തല്ലേ, മൂച്ച് പീരാന്തല്ലേ ഇയാൾക്ക്? അല്ലെ, ചികിത്സ നൽകേണ്ടതില്ലേ? മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ തറവാട്ട് മഹിമ ആരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഏത് തറവാടാണ് ഇപ്പൊ അത്ര വലിയ കൊമ്പത്തെ തറവാടുള്ളത്? ഇവിടെ വെറുതെ തൊള്ളപ്പുട്ടടിക്കാൻ പറ്റും തറവാട്ട് മഹിമയൊക്കെ ഒന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഇനി വഹാബിയുടെ അള്ളാഹ്ക്ക് കണ്ണുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വിശ്വാസം അത് ഉറച്ചതാവുക, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക. ഇവിടെ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ആളെയും ഒരു മഖ്ലൂക്കിനെയും അങ്ങനെ അംഗീകരിച്ച് തലയിലേറ്റണമെന്നില്ല. ഇനിയിപ്പോ തൊട്ട് കുറച്ച് വർഷങ്ങൾ മുമ്പ് മരിച്ചുപോയ ആരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാര്യം പരിശുദ്ധ ദീനുൽ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള ഒന്നും പറഞ്ഞു തരാണ്ട് പോയിട്ടില്ല എന്നാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമാണോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? ഈ മതം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് സംതൃപ്തപ്പെട്ട് തന്നിരിക്കുന്നു എന്നാ. നിങ്ങളെ ഒരു ഖ്വാജ രാജാവായ അബൂബക്കർ കാക്ക, അതിലൊന്നും ഒരു കഥയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഇവർക്ക് അള്ളാഹുവിനെ അറിയില്ല.
ഇവർക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അറിയില്ല. ഇവർക്ക് ഇതുപോലെയുള്ള കുറച്ച് ആളുകളെ മാത്രമാണ് അറിയുക. വിശ്വാസി സമൂഹത്തെ ജാരസന്തതികളായിക്കൊണ്ടും അതുപോലെ തന്നെ നുതുഫത്തിന്റെ ബീജഗണത്തിന്റെ അതുപോലെ തറവാട്ട് മഹിമയുടെ കുറവൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസിയല്ല എന്ന് പറയാന് ഇയാൾക്കൊക്കെ ആരാണ് അധികാരം നൽകിയത് എന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അതിനൊരു വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീഡിയോയിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുമ്പോഴാണ് അള്ളാഹുവിനെ ഒരാൾ അനുസരിക്കുന്നത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം അവന്റെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിനെ യഥാരൂപത്തിൽ ജനങ്ങളിൽ നിന്ന് ഭയക്കുന്നത്, ഭയഭക്തിയുള്ളത് ആർക്കു മാത്രമാണ്? ഉലമാക്കൾക്കു മാത്രമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഖ്ഷാഹു ഹഖ്ഖ ഖശ്യതിഹി അൽ ഉലമാഉൽ ആരിഫൂന ബിഹി. അള്ളാഹുവിനെ യഥാരൂപത്തിൽ ഭയക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവരാണ്. അവന് നിസ്കാരത്തിന്റെ വിധിവിലക്കുകളും ഷർത്തും ഫർദും ഒക്കെ കാണാപ്പാടറിയാം. പക്ഷെ അള്ളാഹുവിനെ അറിയില്ലെങ്കിൽ ഈ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഇതവന് ഉപകാരം ചെലുത്തുകയില്ല. എത്രയോ പണ്ഡിതന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ, അറിവ് നേടുന്നവർ, അവർ തിന്മകളുടെ വടിയിലേക്ക് പോകുന്നത് ഈ പറഞ്ഞ ഭാഗം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യഹൂദന്മാർ, അവർക്ക് എന്താണ് പറ്റിയത്? അവർക്ക് അറിവുള്ളവരായിരുന്നു, അല്ലേ? അറിവുള്ളവരായിരുന്നു, അറിഞ്ഞിട്ടും അവർ വഴികേടിലേക്ക് പോയവരാണ്. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അള്ളാഹുവിനെ അവരറിയേണ്ട മുറപ്രകാരം അറിഞ്ഞിട്ടില്ല. അവന് നൽകേണ്ട ഗാംഭീര്യവും അവന് നൽകേണ്ട മഹത്വവും ആദരവും എന്താണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, അവർക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞു, ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ. അവരോട് ദാനധർമ്മം നൽകാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹ് ഫഖീറാണ്, യാചകനാണ്. എത്ര ഗൗരവമുള്ള വാക്കാണത്. വനഹ്നു അഗ്നിയ, നമ്മളാണ് ദരിദ്രരായിട്ടുള്ളത്. അല്ലാഹ് നമ്മളോടാണ് സദഖ കൊടുക്കാൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ അവർക്ക് മനസ്സിലായില്ല. അവർക്ക് തൗറാത്ത് അറിയാം, അതിലെ വിധിവിലക്കുകൾ അറിയാം, ഹലാൽ ഹറാമ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തഖ്വയും ഭയവും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് എന്ന് പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബികളോട് കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഏറ്റവും എളുപ്പമുള്ളതായിരുന്നു അവരോട് കൽപ്പിച്ചിരുന്നത്. അവിടുന്ന് അവരെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ദീന് യുസ്റുള്ളതാണ്, എളുപ്പമുള്ളതാണ്, പ്രയാസമുണ്ടാക്കുന്നതല്ല. ദീനു യുസ്ർ, ദീന് എളുപ്പമുള്ളതാണ്. അതിൻ്റെ വിധിവിലക്കുകൾ അള്ളാഹും റസൂലും അത് പഠിപ്പിച്ച രൂപത്തിൽ ഒരാൾ ചെയ്യുകയാണ് എങ്കിൽ അതിലാണ് എല്ലാ എളുപ്പവുമുള്ളത്. അത് ഒരാൾ ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ അതിലാണ് എല്ലാ പ്രയാസവുമുള്ളത്. ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എളുപ്പമുള്ള കാര്യങ്ങൾ സഹാബികളിൽ ചിലർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ പറയും, ഇന്നാ ലസ്നാ കഹൈഅതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ അങ്ങയെപ്പോലെയല്ല. ഇന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹു താങ്കൾക്ക് മുൻകഴിഞ്ഞ തെറ്റുകളും വരാനിരിക്കുന്ന പാപങ്ങളും ഒക്കെ പുറത്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ പാപികളാണ്, തെറ്റുകൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര മതിയാവുകയില്ല. അല്ലേ? മൂന്നാൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് ചോദിക്കാൻ വന്നപ്പോൾ അവർ ഇതേ വർത്തമാനമാണ് പറഞ്ഞത്. എന്താ അവർ പറഞ്ഞത്? അവർ പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഇനി ഞാൻ രാത്രി ഉറങ്ങുകയില്ല, മുഴുവൻ നിസ്കാരമാണ്. ഒരാൾ പറഞ്ഞു ഇനി എല്ലാ ദിവസവും നോമ്പാണ്, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കില്ല. ഒരാൾ പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ ഇനി ഇബാദത്തിനായി മാറിയിരിക്കുന്നതാണ്. എന്താണ് അവരത് പറയാനുള്ള കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇബാദത്തുകൾ അതിനെക്കുറിച്ച് കേട്ടതിന് ശേഷം ആ ഹദീസിൽ പറയുകയാണ്, കഅന്നഹും തഖാലൂഹ. അവർക്കത് വളരെ കുറച്ചാണ് എന്ന് തോന്നി. അവർക്കത് വളരെ കുറച്ചാണെന്ന് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് ചെയ്യാനുള്ള ആവേശത്തിലാണ് ഈ വന്നിരിക്കുന്നത്. പക്ഷേ ഈ അബദ്ധം അവർക്ക് പിണഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, സഹാബികൾ ഈ രൂപത്തിൽ മറുപടി പറഞ്ഞാൽ അവിടുന്ന് ദേഷ്യം പിടിക്കുമായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു,
ഇന്ന അത്ഖാകും വഅഅലമകും ബില്ലാഹി അന. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കുന്നത് ഞാനാണ്. വഅഅലമകും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളതും എനിക്കാണ്. ഇത് രണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്താണ് പറഞ്ഞത്. അള്ളാഹിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്. നിനക്ക് എത്രമാത്രം അള്ളാഹിനെ അറിവുണ്ടോ എത്രമാത്രം നീ അള്ളാഹുവിനെ സൂക്ഷിക്കും. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫകുല്ലമാ കാന അൽ അബ്ദു ബിഹാ അഅലം കാന ബില്ലാഹി അഅറഫ്. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും എത്രമാത്രം ഒരാൾ പഠിക്കുന്നോ അത്രമാത്രം അവൻ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കും. വലഹു അത്ലബ്, അത് അറിയുന്നതിനനുസരിച്ച് അവൻ അള്ളാഹുവിലേക്ക് കൂടുതൽ പ്രാർത്ഥനകളുമായി സഹായ തേട്ടങ്ങളുമായി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. വ ഇലൈഹി അഖ്റബ്, അത് പഠിക്കുന്നതിനനുസരിച്ച് അവൻ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. നോക്കണം നിങ്ങൾ, ഈ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നിങ്ങൾ നോക്കൂ. അള്ളാഹുവിനെ അറിയുക എന്നത്. വകുല്ലമാ കാന ലഹാ അൻകർ കാന ബില്ലാഹി അജ്ഹൽ വഇലൈഹി അക്റഹ വമിൻഹു അബ്അദ്. അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കുറയുന്നതിനനുസരിച്ച് അവൻ അള്ളാഹുവിനോട് വെറുപ്പുള്ളവനായിരിക്കും. അവൻ അള്ളാഹുവിൽ നിന്ന് അകന്നവനായിരിക്കും. അവൻ അള്ളാഹുവിൽ നിന്ന് അടുപ്പം ശ്രദ്ധിക്കാതെ ദൂരത്തേക്ക് മാറി നിൽക്കുന്നവനായിരിക്കും. അപ്പോൾ ഇത് പഠിക്കുക എന്നത്, നാം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നത് ഏറ്റവും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്.